ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി സ്ക്വയർ. സ്റ്റേറ്റ് സിലബസിലെ 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 7ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സംശയമുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ അത് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബി സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചും കൂടി കൺസെപ്ച്വൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സാമിനാണെങ്കിലും ഇത് ചോദിക്കാനുള്ള ഇത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് എവറി പവർ ഓഫ് 10 from 100 onwards a term of the arithmetic sequence അവിടെ തന്നിട്ടുണ്ട് 90, 28, 37 etc. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന്. എന്ത്? എവരി പവർ ഓഫ് 10ന്റെ എല്ലാ പവേഴ്സും ഫ്രം 100 onwards 100 എന്ന നമ്പർ കഴിഞ്ഞിട്ടുള്ള 10ന്റെ പവേഴ്സ് വരുന്നുണ്ടല്ലോ, അത് ഈ ടേമില് ഈ സീക്വൻസിലെ ഒരു ടേം ആയിട്ട് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് പവേഴ്സ് ഓഫ് 10? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് പവർ എന്നുള്ളത്. 10⁻⁴ അത് 10ന്റെ ഒരു പവർ ആണ്. 10⁻², 10⁻³ എക്സെട്ര. പക്ഷെ ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രം 100 onwards, അതായത് 100 കഴിഞ്ഞു വരുന്ന, അല്ല 100ൽ തുടങ്ങുന്ന, അത് കഴിഞ്ഞു വരുന്ന പവേഴ്സ് ഏതാണോ അത് ഈ സീക്വൻസിൽ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10⁻² എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. അപ്പൊ നമുക്ക് അത് മാച്ച് കളയാം. 10⁻² എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്, അല്ലെ? 10⁻² 100 ആണ്. അപ്പൊ എന്ത് വരും? ഈ പവർ ഓഫ് 10 ഫ്രം 100 onwards ഇതിലെന്ത് ചെയ്യും? ഈ 10⁻² പെടും. പിന്നെ 10⁻³ അതെന്താണ്? 1000. അപ്പൊ 1000 എന്ത് തന്നെയാണ്? ഇവർ ഈ പറഞ്ഞിരിക്കുന്നതിൽ എവരി പവർ ഓഫ് 10 ഫ്രം 100 onwards അതിൽ ഉൾപ്പെടും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോവാം. ഓക്കെ, ഞാനിവിടെ മൂന്ന് ടേം മാത്രമേ എഴുതുന്നുള്ളൂ. എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ടേമിൽ ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഈ സീക്വൻസിലെ ഒരു ടേം ആയിട്ട് ഇത് വരുമോ എന്നുള്ളതാണ്. ഇത് നമ്മൾ എങ്ങനെ തെളിയിക്കും? നമുക്കറിയാം ഒരു സീക്വൻസിലെ nth ടേം, n എന്താണ്? ഏത് പൊസിഷൻ വേണമെങ്കിലും ആവാം, അല്ലെ? അപ്പോ nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേതാണ്? xn is equal to f plus n-1 into d. അപ്പൊ ഇവരെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ 10⁻² എടുക്കാണ്, 100 എടുക്കാണ്. അപ്പോ ഇവിടെ 100 വരും, ഇവിടെ 100 വരണം. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെ എഫും ഡിയും പിന്നെ ഏതെങ്കിലും n എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? 100 കിട്ടണം. എങ്കിലാണ് ഇതിലൊരു സീക്വൻസ് ആയിട്ട് വരുള്ളൂ. ഇതിലെ ഒരു ടേം ഈ സീക്വൻസിൽ ഒരു ടേം ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് ഈ n എന്ന് പറയുന്ന വാല്യൂവിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു കിട്ടുകയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സീക്വൻസിൽ, അതായത് ഈ 10⁻², 10⁻³ 10⁻⁴ ഇതൊക്കെ എന്താണ്? ഈ സീക്വൻസിലെ ഒരു ടേം ആണ് എന്ന് നമുക്ക് തെളിയിക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? xn-ന് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. 100 നമുക്ക് കൊടുത്തു നോക്കാം. 100 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഏതാണ്? ഈ സീക്വൻസിലെ ഇവിടുത്തെ ടേം ആണോ എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് ടേം 19 പ്ലസ് n-1 ഇൻറ്റു d. കോമൺ ഡിഫറൻസ് എത്രയാണ്? 28 മൈനസ് 90.
എത്രയാണ് കോമൺ ഡിഫറൻസ്? 9 ആണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഇവിടെ 9 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ 100 is equal to 19 plus 9 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9n minus 9. ഇനി 19 minus 9 എത്രയാണ്? 10 അല്ലെ? അപ്പൊ എത്രയാണ്? 100 is equal to 9n plus 10. ഇനി ഇവിടേക്ക് ഈ 10നെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -10 എന്ന് കിട്ടും. അപ്പോൾ 100 minus -10 is equal to 9n. അതിന്റെ അർത്ഥം എന്താണ്? 100 minus 10 അത് എത്രയാണ്? 100 minus 10 90 is equal to 9n. അതുപോലെ തന്നെ എഴുതുക. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 90 is equal to 9n. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n-ന് ഒരു എക്സാക്ട് വാല്യൂ കിട്ടണം അല്ലെ? n എന്താണ്? പൊസിഷൻ ആണ് ഒരു ടേമിന്റെ. അപ്പൊ പൊസിഷൻ എന്തായിരിക്കും? 1 2 3 4 ഇങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ 1.5 എന്ന് കിട്ടുമോ? അല്ലെങ്കിൽ 2/3 ഇങ്ങനെ പൊസിഷൻ വരുമോ? ഇല്ല. അപ്പോ ഈ n-നെ നമുക്കൊരു കറക്റ്റ് നമ്പർ, ഒരു ഇൻഡിജർ 1 2 3 അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ്? ഇത് ഈ ടേമിൽ വരുന്ന ഈ 100 എന്ന് പറയുന്നത് ഈ ടേമിൽ വരുന്നതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഈ 9നെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 90 divided by 9 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 10. അപ്പോ n-ന്റെ വാല്യൂ എത്ര കിട്ടും? 90/9 that is equal to 10. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടി? ഒരു ഇൻഡിജർ വാല്യൂ കിട്ടി, ഒരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ nth പൊസിഷൻ, അതായത് 10th പൊസിഷനിൽ ഈ ടേമിലെ 10ാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? 100 ഉണ്ട്. അത് ശരിയായിരിക്കുമോ? ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. In each of the arithmetic sequences below, some terms are missing and their positions are marked with ഒരു സർക്കിൾ പോലെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് അറിയാവുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ഗസ് വർക്ക് നടത്താം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡി കണ്ടുപിടിക്കുക, ഡി ആഡ് ചെയ്യുക, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ശരിക്കും ട്രിക്കി ആയിട്ട് വരുന്നത് 5ാമത്തെയും 6ാമത്തെയും സബ് ക്വസ്റ്റ്യൻ 5 and 6 ഇത് രണ്ടുമാണ് ട്രിക്കി ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ടേം തന്നിട്ടില്ല, രണ്ടാമത്തത് 24, പിന്നെ വീണ്ടും ഒരു സർക്കിള്, പിന്നെ വീണ്ടും 42. അപ്പൊ ഈ സർക്കിളിലുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ x2, അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടേം, ഇവിടെ 1 2 3 4 എന്ന് പൊസിഷൻ കൊടുത്താൽ x2 is equal to എത്രയാണ്? 24. രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് 24. നാലാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് x4 is equal to 42 അല്ലെ? അപ്പോ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ടേമും അറിയില്ല, കോമൺ ഡിഫറൻസും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ടേമിനും കോമൺ ഡിഫറൻസിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ എക്സ് എന്ന് ഉള്ളതാണ് കോമൺ ഡിഫറൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേമിന്റെ ഒപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, 24 കിട്ടി. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, മൂന്നാമത്തെ ടേം കിട്ടി. വീണ്ടും ഈ മൂന്നാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ 42 കിട്ടി. ഓക്കെ, ഞാൻ കോമൺ ഡിഫറൻസിന് എക്സ് എന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 24, അതായത് സെക്കൻഡ് ടേം x2 പ്ലസ് എക്സ്, x2ന്റെ കൂടെ എക്സ് ഞാൻ ആഡ് ചെയ്തു, കോമൺ ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ടേം കിട്ടും അല്ലെ? അതിന് നമുക്ക് x3 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ 1. അടുത്തത് ഈ x3യുടെ കൂടെ ഞാൻ എന്ത് ആഡ് ചെയ്തു? വീണ്ടും എക്സ് ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? x4, അതായത് 42 കിട്ടി. ഇവിടെ x2 എന്ന് എഴുതുന്നതിന് വരെ എന്ത് എഴുതുക നിങ്ങൾ? 24. x2 ആ ടേമിന്റെ നമ്പർ ഏതാണോ അത് എഴുതുക. ഈ രണ്ട് ഇക്വേഷനിലും ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക.
ഈ രണ്ട് ഇക്വേഷനിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്? x3 അല്ലെ? x3 ആണ് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത്. അതിനെ ഒരു സൈഡിലേക്ക് ആക്കുക. അതായത് ഈ x3നെ ഇവിടെ, ഈ x3നെ മാത്രം ഇവിടെ വയ്ക്കുക. ബാക്കി ഈ x-നെ എന്ത് ചെയ്യുക? ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടും? ഇക്വേഷൻ 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x3 is equal to 42 minus x. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതാണ്? x1ഉം x3യും കിട്ടി. ഈ x3നെ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 42 minus x is equal to x3. ഞാൻ ജസ്റ്റ് സൈഡ് സ്വിച്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ, വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോ ഇവിടെ ഈ തേർഡ് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡില്, അതായത് ഇക്വേഷന്റെ റൈറ്റ് സൈഡില് രണ്ടും ഈക്വൽ ടേംസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തേർഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് നോക്കാം. അപ്പോ 3 മൈനസ് 1 ചെയ്തു നോക്കാം. Three minus 1, that is ഇവിടെ നമ്മൾ ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 1, അതായത് ഇക്വേഷൻ 3 എന്ന് പറയുമ്പോൾ ഇത് ഇക്വേഷൻ 1. ഇക്വേഷൻ 3യിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 42 മൈനസ് 24 അത് എത്രയാണ്? 18 ആണ് അല്ലെ? അപ്പോ 18 നമുക്ക് അങ്ങനെ കിട്ടി. മൈനസ് എക്സ് മൈനസ് എക്സ്, അതായത് മൈനസ് എക്സ് മൈനസ് പ്ലസ് എക്സ്. അതിന്റെ അർത്ഥം എന്താണ്? മൈനസ് എക്സ് മൈനസ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x എന്ന് ആൻസർ കിട്ടും. ഇവിടെ x3 മൈനസ് x3 മൈനസ് x3 എത്രയാണ്? 0 തന്നെയാണ് അല്ലെ? 0 ആണ്. ഇനി സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് 2x-നെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അതായത് 18 ഈസ് ഈക്വൽ ടു 2x എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ സിമ്പിൾ ആണ് അല്ലെ? x എങ്ങനെ കണ്ടുപിടിക്കുക? 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 2 9. നമുക്ക് 9 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഈ x എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലെ? അത് നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. പിന്നെ സിമ്പിൾ അല്ലേ? ഇവിടെ തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 24 പ്ലസ് എക്സ്. എക്സ് എന്താണ്? 9. 24 പ്ലസ് 9. 24 പ്ലസ് 9. 33 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 9 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 24 ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ 9 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? 24ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ പോരെ? 24 മൈനസ് 9 ചെയ്താൽ മതി. 14 5 50. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 15 എന്ന് ആൻസർ കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഈ ഇക്വേഷൻ അങ്ങനെ, ഈ സീക്വൻസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? ഇവിടെ നടുക്കത്തെ രണ്ട് എലമെന്റ് തന്നിട്ടില്ല. പക്ഷെ എന്താണ്? ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായി? കുറച്ചും കൂടി എളുപ്പമായി. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് ടേം അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം, വീണ്ടും ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. ഇവിടെ ഫോർത്ത് ടേം എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്?
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് 24 പ്ലസ് 3 വട്ടം ഡി ആഡ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്? 3d ഈസ് ഈക്വൽ ടു 42 അല്ലെ? ഈ 24ന്റെ കൂടെ 3 വട്ടം ഡി ആഡ് ചെയ്താൽ എനിക്ക് 42 ആൻസർ ആയിട്ട് കിട്ടും. അപ്പോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഇത് ഇക്വേറ്റ് ചെയ്താൽ പോരെ, നമുക്ക് ഡി കിട്ടൂലേ? നോക്കാം. 3d ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. 42 നിന്ന് 24 മൈനസ് ചെയ്യുക. 3d ഈസ് ഈക്വൽ ടു 18. ഇനി d എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 6. കോമൺ ഡിഫറൻസ് അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രത്യേകിച്ച് എക്സൽ ഈസിക്കൽ എഫ് പ്ലസ് എൻ മൈനസ് 1d അങ്ങനെയല്ല നമ്മൾ ഇത് കണ്ടുപിടിച്ചത് അല്ലേ? കുറച്ചും കൂടി ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് സ്വയം തന്നെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്താലേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിക്ക് പകരം എന്ത് ആഡ് ചെയ്യുക? 6 ആഡ് ചെയ്യുക. 24 പ്ലസ് 6 അത് എത്രയാണ്? 30. 30 പ്ലസ് 6 അത് എത്രയാണ്? 36. ഇനി ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 36 പ്ലസ് 6 അത് എത്രയായിരിക്കും? 42. അത് നമുക്ക് അടുത്ത ടേം ആയിട്ട് കിട്ടി. അപ്പോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യനിലും നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. അതിനുശേഷം ഈ വീഡിയോയിലേക്ക് ചെയ്യുക. ഞാനിവിടെ 2 എക്സാമ്പിൾ മാത്രമാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് the terms in 2 positions of some arithmetic sequences are given below. Write the first 5 terms of each. അപ്പോൾ ആദ്യത്തെ 5 ടേമുകൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് സബ് ക്വസ്റ്റ്യൻ 1 തേർഡ് ടേം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ടേം ഏതാണെന്ന് അറിയില്ല, സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നതും അറിയില്ല, തേർഡ് പൊസിഷൻ അവിടെ എന്താണ്? 34 ഉണ്ട് അല്ലെ? ഫോർത്ത് പൊസിഷൻ എത്രയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഫിഫ്ത് പൊസിഷനിലും അറിയില്ല. സിക്സ്ത് പൊസിഷൻ നമുക്കറിയാം അല്ലെ? 67 ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് ഈ സീക്വൻസ് ഇരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ടേംസ് എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്, സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നത്, ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്നത്, ഫിഫ്ത് പൊസിഷനിൽ ഇരിക്കുന്നത്, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ 34ന്റെ കൂടെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6th ടേം കിട്ടിയത്. ഇവിടെയും എന്താണ്? 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6th ടേം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാത്? 34 പ്ലസ് 3d is equal to 67. ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേംസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3d is equal to 67 minus 34. 67 minus 34. 33 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോ d എത്ര വരും? കോമൺ ഡിഫറൻസ് 33 divided by 3, that is 11. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി ഇവിടെ 34ന്റെ കൂടെ എന്ത് ചെയ്യുക? 11 ആഡ് ചെയ്യുക. 34 പ്ലസ് 11 5. 45 എത്ര കിട്ടി ആൻസർ? 45 എന്ന ആൻസർ കിട്ടി. ഇനി ഇതിന്റെ കൂടെ വീണ്ടും ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5th ടേം കിട്ടും. ഇതിന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യുക. 56. ഇവിടെ നമുക്ക് ആൻസർ 56 കിട്ടി. ഇനി ഫസ്റ്റും സെക്കൻഡും ടേംസ് കണ്ടുപിടിക്കാൻ എന്താണ്? നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം? ലോജിക് തന്നെ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? ഇവിടെ ആഡ് ആണ് ചെയ്യണം, അല്ല മൈനസ് ചെയ്യണം. ഈ ടേമിൽ നിന്ന് d മൈനസ് ചെയ്താലാണ് ഇവിടെ സെക്കൻഡ് ടേം കിട്ടുക. ഈ സെക്കൻഡ് ടേമിൽ നിന്ന് വീണ്ടും d മൈനസ് ചെയ്താലാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഓക്കെ, അപ്പൊ 34ൽ നിന്ന് d കുറയ്ക്കുക. അതായത് 34ൽ നിന്ന് 11 കുറയ്ക്കുക. 323. ആൻസർ നമുക്ക് എത്ര കിട്ടി? 23 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. 23ൽ നിന്ന് വീണ്ടും 11 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 ആൻസർ ആയിട്ട് കിട്ടും. അപ്പോ ആദ്യത്തെ ഫസ്റ്റ് ടേംസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? മൂന്നാമത്തെ ടേം നമുക്ക് അല്ല മുമ്പേ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും
ബാക്കി ഉണ്ടായിരുന്ന ആ 4 ടേംസും, അങ്ങനെ മൊത്തം ഫസ്റ്റ് 5 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സബ് ക്വസ്റ്റ്യൻ 2. സബ് ക്വസ്റ്റ്യൻ 2. ഇവിടെയും നമുക്ക് തേർഡ് ടേം 6th ടേം തന്നിട്ടുണ്ട്. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇനി വരാൻ പോകുന്ന ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഓരോരോ ടേംസ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്യുക. ഫസ്റ്റ് പൊസിഷനിൽ ഒരു ടേം ഉണ്ട്, അത് നമുക്കറിയില്ല. സെക്കൻഡ് പൊസിഷനിലുണ്ട്. തേർഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടേം ഏതാണെന്ന് എനിക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. 43 ആണ്. 43. ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്ന അറിയില്ല, ഫിഫ്ത്ത് അറിയില്ല. 6th പൊസിഷനിൽ ഇരിക്കുന്ന ടേം അതേതാണ്, അതും ഇവിടെ തന്നിട്ടുണ്ട്, 76. ഈ 43യുടെ കൂടെ 3 വട്ടം എന്ത് ചെയ്യുക, ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 76 കിട്ടുക. അത് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, 43 പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി, 3d is equal to 76. 3d is equal to 76 minus 43. അത് നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. 76 minus 43, 3. എന്ത് കിട്ടും ആൻസർ, 33 എന്ന് ആൻസർ കിട്ടും. 3d is equal to 33, d is equal to 11. ഇവിടെ കോമൺ ഡിഫറൻസ് തന്നെയാണ്, എന്ത് തന്നെയാണ്, 11 തന്നെയാണ്. പക്ഷെ ഇത് വേറൊരു സീക്വൻസ് ആണ്. കാരണം എന്തായിരിക്കാം, ഫസ്റ്റ് ടേം ഡിഫറെന്റ് ആയിരിക്കാം, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ 11 നമ്മൾ ആഡ് ചെയ്യുക. 43 പ്ലസ് 11 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അത് എത്രയാണ്, 43, 11, 54. 54ന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യുക, 65. ഓക്കെ, ഇനി 43ൽ നിന്ന് ഡി സബ്ട്രാക്ട് ചെയ്യുക, അതായത് 11 സബ്ട്രാക്ട് ചെയ്യുക. 43 മൈനസ് 11 എത്രയാണ്, 32. വീണ്ടും മൈനസ് 11 ചെയ്താൽ നമുക്ക് കിട്ടും, 21 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെസ്റ്റ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് the fifth term of an arithmetic sequence is 38. അതായത് the fifth term, അഞ്ചാമത്തെ ടേം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അഞ്ചാമത്തെ ടേം 38 ആണ്. And the ninth term is 66. What is the 25th term? നമുക്ക് ഇവിടെ ആകെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ സീക്വൻസിലെ 25ാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ഈ ആദ്യത്തെ ഈ ലൈൻ മാത്രമായിരുന്നെങ്കിൽ എന്തായിരുന്നു, നമുക്കറിയാം അല്ലെ, മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത്, ആ ക്വസ്റ്റ്യനില് നമുക്ക് എന്തായിരുന്നു, കോമൺ ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ആ 25th ടേം കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്, ഇവിടെ 25th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് തീരും, അത് വേറെ കാര്യം. ഇവിടെ നമുക്ക് ഒന്ന് മുമ്പ് ചെയ്ത പോലെ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ എന്താണ്, 5th ടേം x5 എന്ന് കൊടുക്കാം. 5th ടേം എന്ന് പറയുന്നത് 38 ആണ്. 9th ടേം എന്ന് പറയുന്നത് എന്താണ്, 66. അപ്പോ ഇവിടെ ഈ 5th ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ്, നമ്മളൊരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണല്ലോ 9th ടേം കിട്ടണേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, x5 പ്ലസ് എത്രമാത്രം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും, നമുക്ക് നോക്കിയാൽ അറിയാം, 9 മൈനസ് 5 എന്ന് ചെയ്താൽ മതി, 4. അതായത് x5 പ്ലസ് 4d ഈസ് ഈക്വൽ ടു എത്രയാണ്, 66 എന്ന് കിട്ടും. അല്ലെ, ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? ഇവിടെ ഈ ടേമിന്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് 4 പ്രാവശ്യം ആഡ് ചെയ്താൽ എനിക്ക് 9ാമത്തെ ടേം, അതായത് 66 കിട്ടും. ഇവിടെ നമുക്ക് x5ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 38 പ്ലസ് 4d ഈസ് ഈക്വൽ ടു 66. ഇവിടെ
66 ഈ 38നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവാം. 66 മൈനസ് 38 എത്രയാണ്? 5 16 8 2. നമുക്ക് 28 ആൻസർ ആയിട്ട് കിട്ടി. അപ്പോൾ 4d is equal to 28. d എത്രയായിരിക്കും കോമൺ ഡിഫറൻസ്? 28 ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? 28 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് എന്ത് എഴുതാം? 2 into 2 എന്ന് എഴുതാം. ഇത് കുറച്ചുകൂടി ഷോർട്ട് കട്ട് ആണ്, നിങ്ങൾക്ക് മാത്സിൽ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ 28 ഡിവൈഡഡ് ബൈ 4 അത് എത്രയാണ്? 8ന്റെ പാതി 4, 2ന്റെ പാതി 1, 14 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് കട്ട് ഓഫ് ആയി പോയി. പകരം എന്തായി? 14 ഡിവൈഡഡ് ബൈ 2 എന്നായി. അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇത് എത്രയാണ്? 7. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 7 എന്ന് ആൻസർ കിട്ടി. ഇനി 25th ടേം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 9ാമത്തെ ടേമിന്റെ കൂടെ ഇതുപോലെ തന്നെ ഡി ആഡ് ചെയ്യണം. എത്ര വട്ടം ആഡ് ചെയ്യണം? അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 25 മൈനസ് 9 എത്രയായിരിക്കും ആൻസർ കിട്ടുക? 16. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9th ടേം, അതായത് 66 പ്ലസ് 16d is equal to, അതായത് 25th ടേം. അപ്പൊ എത്രയാണ്? x25 നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ d എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 7 ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 66 പ്ലസ് 16 into 7 is equal to x25. അപ്പോൾ 16 into 7 അത് എത്രയാണ്? 16 into 7 42. 6 7s are 42. 5 52 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 66 പ്ലസ് 52 ആണ് എന്ത്? x25, അതായത് 25ാമത്തെ ടേം എന്ന് പറയുന്നത്. അപ്പോ ഈ 65 52 നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25th ടേം കിട്ടും. 66 52 അത് എത്രയാണ്? 6 plus 2 8, 6 plus 5 11, 118 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 25th ടേം എത്രയാണ്? 118. അപ്പോ ഈ ക്വസ്റ്റ്യൻ എത്രയോ. അങ്ങനെ നമ്മൾ പാർട്ട് 7 കംപ്ലീറ്റ് ചെയ്തു. ഈ പാർട്ടിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് 8ൽ 21ാമത്തെയും 22ാമത്തെയും പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ.